നമസ്കാരം. സക്സസ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ. നിങ്ങളുടെ വാട്സപ്പ് സേഫ് ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ദിനേന ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഗൾഫിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് പല ആളുകളുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. അത് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഒക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാറ്റുകളൊന്നും മറ്റാരും കവർന്നെടുക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടോ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. അതിനു മുമ്പ് നിങ്ങളോട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ സന്ദേശം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും ഒരേപോലെ വളരെ സ്പീഡ് മെസ്സഞ്ചർ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. വാട്സപ്പ് എപ്പോഴും സെക്യൂർ ആണ്, എപ്പോഴും സേഫ് ആണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ വലിയൊരു അബദ്ധം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ മൊബൈൽ പല ആവശ്യങ്ങൾക്കായി നമ്മൾ പലരുടെയും കയ്യിൽ നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ക്ലിയർ ചാറ്റ് ചെയ്യാതെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ക്ലിയർ ചാറ്റ് ചെയ്യാത്ത മൊബൈലിൽ നിന്നും ആ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയാൽ ഈസി ആയിട്ട് ഒറ്റ ക്ലിക്കിൽ നമ്മുടെ എല്ലാ ചാറ്റിങ്ങും വീഡിയോസും എല്ലാം മറ്റൊരു ഫയലിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും, മറ്റൊരു മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അധികമായി നീട്ടുന്നില്ല, ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ചാറ്റിംഗ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്ന് ഒന്ന് പരിശോധിക്കാം. നമുക്കതിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. നമ്മുടെ വാട്സപ്പ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കിയതിന് ശേഷം ഞാൻ അതിനകത്തുനിന്നൊരു ഫോൾഡർ സെലക്ട് ചെയ്ത് ഞാനൊരു ചാറ്റ് സെലക്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ചാറ്റ് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. അതിനകത്ത് ഞാൻ ഒരുപാട് മെസ്സേജുകൾ സുഹൃത്തുക്കൾ അങ്ങോട്ട് പരസ്പരം അയച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം യൂട്യൂബേഴ്സാണ്, ഞങ്ങളെല്ലാം സുഹൃത്തുക്കൾ അങ്ങോട്ടും അയച്ചിട്ടുണ്ട്. ഞാൻ ആ ചാറ്റ് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും അത് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നാൽ നമ്മൾ ഹോം പേജിലേക്ക് വീണ്ടും വരിക. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് 2-3 ഏറ്റവും അവസാനം സെറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വരും. സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഹോം പേജ് വരും. പ്രൊഫൈലിൻ്റെ ഹോം പേജ് വരുമ്പോൾ അതിനകത്ത് രണ്ടാമത് കാണുന്ന ചാറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ എൻ്റെ ഏറ്റവും അടിയിൽ ചാറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. ആ ചാറ്റ് ഹിസ്റ്ററിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് പിന്നെ എക്സ്പോർട്ട് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ ഹോം പേജിലേക്കാണ് വരുന്നത്. ഹോം പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിലെ മൊത്തം ഫയലുകൾ നമ്മൾ വേറൊരു വാട്സപ്പിലേക്ക് നമ്മൾ അയക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഒറ്റ ക്ലിക്കിൽ നമ്മൾ അയക്കാൻ പോവുകയാണ്. നമ്മൾ ആ ഫോൾഡർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇത് വരും. നമുക്ക് മീഡിയ ഉൾപ്പെടെ വേണോ വിത്തൗട്ട് മീഡിയ ആണോ വേണ്ടത് എന്ന് ചോദിക്കും. നമ്മളിപ്പോൾ വിത്തൗട്ട് മീഡിയയാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം മീഡിയ ഉൾപ്പെടെ വരുമ്പോൾ ഒരുപാട് MB പോകും. അതുപോലെ ഒരുപാട് സമയമല്ല ഒരുപാട് MB പോകുന്നതുകൊണ്ടും നമുക്ക് ആ ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. വിത്തൗട്ട് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് കിട്ടും. അതിനകത്തുനിന്ന് നമുക്ക് ഏതിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് മെയിൽ ചെയ്യാം, ഡ്രൈവിലേക്ക് മെയിൽ ചെയ്യാം, അതുപോലെ വാട്സപ്പിൽ ചെയ്യാം. അതിൻ്റെ മോർ എന്നുള്ള ഇടയുണ്ടോ അതിനകത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനും പറ്റും. നമ്മൾ ഇപ്പോൾ വാട്സപ്പിലേക്ക് തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യണം. എൻ്റെ തന്നെ മറ്റൊരു നമ്പറായ ഹോം ഡെലിവറി എന്ന് എഴുതിയിരിക്കുന്ന നമ്പർ എൻ്റെ തന്നെ മറ്റൊരു നമ്പറാണ്. അതിനകത്തോട്ട് നമ്മൾ ഇത് സെൻഡ് ചെയ്യാൻ പോകണം. അതിനകത്ത് ക്ലിക്ക് ചെയ്തു നേരെ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ആ അയച്ചിരിക്കുന്ന ഫോൾഡറിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫയലായിട്ട് വന്നു. ആ ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ വരുമ്പോൾ MLT എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ MLT ഡ്രൈവ്, അതുപോലെ തന്നെ ക്രോം ബ്രൗസറും ഓപ്പൺ ആയി വരും. നമ്മൾ MLT ഡ്രൈവിലാണ് നമ്മളിത് ഓപ്പൺ ആക്കേണ്ടത്. നമ്മൾ അതിനകത്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ കണ്ടില്ലേ, ഫുള്ള് ഞാൻ എത്രയോ ദിവസം മുമ്പ് ചാറ്റ് ചെയ്തിരുന്ന എല്ലാ ഫയലുകളും A to Z ഫയലുകൾ എനിക്ക് മറ്റൊരു നമ്പറിലേക്ക് എനിക്ക് കിട്ടി. ആരും അറിഞ്ഞിട്ടില്ല, നമുക്കൊന്നും ചെയ്യാൻ, നമുക്ക് ഒരു പ്രശ്നമില്ലാതെ അവരാരും അറിയാതെ നമ്മുടെ ഫയലുകളെല്ലാം
പോയി. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും നമ്മളൊരു മൊബൈൽ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇത് ക്ലിയർ ചാറ്റ് ചെയ്യാതെ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിലപ്പെട്ട പല രേഖകളും നഷ്ടപ്പാവും. നമ്മുടെ അഭിമാനം വരെ പോകുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അത് മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഫോൺ കൊടുക്കുമ്പോൾ ക്ലിയർ ചാറ്റ് അടിക്കാതെ കൊടുക്കരുത്. നമ്മുടെ ജീവിതമാണ്. അതുപോലെ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ ഇന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ഫോണിലെ ഏത് ഫോൾഡർ ആണെങ്കിലും നമ്മൾ എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് റിക്കവർ ചെയ്ത് എടുക്കുവാനുള്ള ഓപ്ഷനുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അത് നമ്മൾ മൊബൈൽ ഷോപ്പുകളിൽ കൊടുക്കുന്ന ഓരോ ഫോണും അത്രയ്ക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ കൂടി നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് മൊബൈൽ പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ചാറ്റ് മുഴുവൻ നമുക്ക് സെക്യൂറായിട്ട് ഈ വെച്ച് നമ്മൾ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുന്ന എല്ലാ ചാറ്റുകളും നിങ്ങൾ ക്ലിയർ ചാറ്റ് ചെയ്യുക. ക്ലിയർ ചാറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചില ഫയലുകൾ ചിലപ്പോൾ വാട്സപ്പിലുണ്ടാവും. അത് മറ്റേതെങ്കിലും സോഴ്സിലേക്ക് നമ്മൾ മാറ്റി സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.